Good evening, children. രാവിലെ 9:30 തൊട്ട് 3:30 വരെ ഈ പുതിയ ബാച്ച് കുട്ടികൾ 11, 12ലേക്കും 10ലേക്കും വരുന്ന പുതിയ കുട്ടികൾ നിങ്ങൾ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു ഞങ്ങൾ ടീച്ചേഴ്സിന് സംശയം. ബോറാവുമോ നിങ്ങൾക്ക്, നിങ്ങൾ ഇടയ്ക്ക് ബഹളാവുമോ, 3:30 വരെ നിങ്ങൾ എങ്ങനെ ഇരിക്കും? പക്ഷേ സാറിൻ്റെ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ടീച്ചേഴ്സിന്, ഞാൻ ഇന്ന് ഒരുപാട് വളരെ ടെൻസ്ഡായിട്ട് ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ആ ടെൻഷൻ വളരെയേറെ മാറാനും അതിനോടൊപ്പം തന്നെ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും ഒക്കെ എന്നെയും കൂടി ഓർമ്മിപ്പിച്ച ഒരു നല്ല സെഷനായിരുന്നു ഇത്. പിന്നെ സ്പിരിറ്റ്സ് അത് വളരെ ഹൈ ആയിട്ട് വയ്ക്കാൻ സാറിന് ഓരോ മൊമെന്റിലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹോൾ ട്രിനിറ്റി ഫാമിലിയുടെ പേരിലും നമ്മൾ കുട്ടികളുടെ പേരിലും എല്ലാ സ്റ്റാഫിൻ്റെ പേരിലും സാറിനോട് ഞാൻ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. വളരെ നല്ല സെഷനായിരുന്നു. താങ്ക് യു സർ. മോട്ടിവേഷൻ സ്പീക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഓർത്തിട്ടുണ്ട്. ഇപ്പം ടീച്ചേഴ്സിനെ ആയാലും ഇത് ഞാൻ ഇഷ്ടമുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് അവരുടെ വാല്യൂ ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത്. എനിക്കാണെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടി തന്നത്. അപ്പം എനിക്ക് സ്വയം അതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ക്ലിയർ വിഷൻ വേണ്ടത്. പിന്നെ സാറിൻ്റെ ആണെങ്കിൽ അവർ സമ്മതിക്കണം. എല്ലാവരുമായിട്ടും നല്ലൊരു അറ്റാച്ച്മെന്റ് എനിക്ക് ഉണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോയ പിള്ളേരും എവിടെ കണ്ടാൽ ഓടി വരുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അത് കാണുന്ന ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു പ്രശ്നം ആയതുകൊണ്ടല്ലേ നമ്മളെ എല്ലാവരും ഓർത്തി ഇഷ്ടംപോലെ ചീത്തകളി തമാശയൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പൊതുവെ ഓടി വന്നവരോട് സംസാരിച്ച് പലപ്പോഴും നമുക്ക് അവരുടെ പേരുകൾ ചിലപ്പോൾ ഓർക്കത്തില്ല. കാരണം ഒരുപാട് കുട്ടികളെ ഇങ്ങനെ പാസ്സായി പോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും പേരുകൾ ഓർക്കില്ല. അപ്പൊ എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ വന്ന് ആദ്യം നിങ്ങളുടെ ഒരു പേര് പറയണമെന്നാണ്. പക്ഷേ ഞാനാണ് അതൊരിക്കലും എവിടെ വെച്ച് കണ്ടാലും മുഖം തിരിക്കാതെ എപ്പോഴും ഒരു കാര്യം തന്നെ പറയാം. ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന കുട്ടികളായിരിക്കും ആദ്യം ഓടി വരിക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തല്ലുകൊണ്ടിട്ടുള്ള കുട്ടികളായിരിക്കും. മറ്റ് പലരും നമ്മളെ കാണാതെ മൈൻഡ് ചെയ്ത് പോകുന്നവരും അതിൽ എപ്പോഴും നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. So main thing to our life is actually shortlist. It's always in a transitory model. നമുക്ക് ഭയങ്കര ടൈം കുറവാണ് നമ്മുടെ എർത്തിൽ. സോ മെയിൻ കാര്യം ഡു വാട്ട് യു ലവ്, ഡു വാട്ട് ഫീൽസ് റൈറ്റ് ഫോർ യു. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് എന്ത് ബെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ എല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടി. സോ താങ്ക് യു സർ ഫോർ ദാറ്റ്. നമുക്ക് കുറേ എന്താ പറയുക, ലൈക്ക് വി ഗോട്ട് ടു നോ our abilities more, and I hope all my friends will lead a very beautiful life in your future, and thank you so much.
ഭയങ്കരമായിട്ട് എനിക്കത് എനർജിക്കാണ്. എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു വാല്യൂ നന്നായിട്ട് എനിക്ക് മനസ്സിലായി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹോം എന്ന് പറയുന്നത് എൻ്റെ ട്രിക്കിയാണ്. ഞാൻ വീട്ടിലാണെങ്കിൽ തന്നെ ആരുമായിട്ടാണ് കണക്റ്റഡല്ല. ഏറ്റവും കൂടുതൽ കണക്റ്റഡായിട്ടുള്ള ടീച്ചേഴ്സുമായിട്ടാണ്. എസ്പെഷ്യലി എൻ്റെ മഹീസുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡായിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു വാല്യൂ പാട്ടുകാരായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കുറച്ചുകൂടെ മനസ്സിലാക്കി. പിന്നെ അങ്കിളിൻ്റെ കാലത്തിന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് വേറെ നമ്പർ മാത്രമാണ്. കാര്യം പുള്ളിയാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു സ്പോട്ട് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യം. നമുക്ക് മോസ്റ്റ് ടഫായിട്ടുള്ളൊരു സ്പോട്ടാണ്. അത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര ടഫായിട്ടുള്ള കാര്യം. പുള്ളിയാണ് ചെയ്തെങ്കിൽ ഇതിന് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞ് 9 മണി തൊട്ട് 3 മണി വരെ എങ്ങനെ ഇരിക്കണമെന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സമയം പോലും തീരെ ബോറടിച്ചില്ല. ആ ഒരു ജോഷ് ഭയങ്കര ഹൈ ആയിരുന്നു. ഒട്ടും ഓട്ടം പോയി. ഓക്കെ, ഹലോ സാർ പൊളിയാണ്.